വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച സർവകക്ഷി യോഗം. ജനകീയ സമിതികൾ രൂപീകരിക്കുന്ന ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് ഇന്ന് യോഗശേഷം പ്രഖ്യാപിക്കപ്പെട്ടത്. അതേസമയം സർവകക്ഷി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. വന്യമൃഗശല്യം ചൂണ്ടിക്കാട്ടി UDF നടത്തുന്ന രാപ്പകൽ സമരം ഇപ്പോഴും തുടരുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നാളെ വയനാട്ടിൽ പ്രതിഷേധം കനത്തതോടെയാണ് സർവകക്ഷി യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയത്. പ്രതിപക്ഷ ജനപ്രതിനിധികൾ എല്ലാവരും ബഹിഷ്കരിച്ച യോഗത്തിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് മന്ത്രിമാരോടൊപ്പം പങ്കെടുത്തത്. ജില്ലയിലെ വന്യമൃഗശല്യം എങ്ങനെ അടിയന്തരമായി പരിഹരിക്കാമെന്നതായിരുന്നു സർവകക്ഷി യോഗത്തിലെ പ്രധാന അജണ്ട. യോഗത്തിനെത്തിയത് ജില്ലയുടെ ചുമതലക്കാരനും വനമന്ത്രിയുമായ AK ശശീന്ദ്രൻ, മന്ത്രിമാരായ MB രാജേഷ്, K രാജൻ എന്നിവർ. മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിൽ കൈക്കൊണ്ട 27 അംഗ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചു. ഇതിൽ 15 എണ്ണം നടപ്പിലാക്കി. കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിക്കുക എന്ന ആശയം നമ്മുടെ ജില്ലയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിശ്ചയിച്ചു. 2 RRTകളും ഇവിടെ സ്ഥിര സംവിധാനങ്ങളായി മാറണം എന്ന് നിശ്ചയിച്ചു. നോഡൽ ഓഫീസറെ ഇപ്പോൾ നിയമിച്ചു. നോഡൽ ഓഫീസർക്ക് കുറെ കൂടി സ്വതന്ത്ര അധികാരവും ഓഫീസും വേണം എന്ന ഒരു പ്രശ്നം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അത് അനുഭാവപൂർണ്ണം പരിഗണിക്കും. വന്യജീവി ശല്യം മോണിറ്റർ ചെയ്യാൻ ജില്ലയിൽ ജനകീയ സമിതിക്ക് രൂപം നൽകാൻ സർവകക്ഷി യോഗം തീരുമാനമെടുത്തു. വിവിധ വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്റർ തുടങ്ങും. വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ അറിയിക്കാനും ജനങ്ങളെ അറിയിക്കാനുമുള്ള സംവിധാനമായി ഇത് മാറും. നോഡൽ ഓഫീസർമാർക്ക് സ്വതന്ത്രാധികാരവും സ്പെഷ്യൽ ഓഫീസും നൽകും. വനവൽക്കരണം, അധിനിവേശ സസ്യനിർമ്മാർജ്ജനം എന്നിവ വേഗത്തിൽ നടപ്പാക്കും. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കൂട്ടായി പരിഹരിക്കേണ്ട പ്രശ്നമാണിതെന്നും മന്ത്രി MB രാജേഷ്. ഇത്ര വലിയൊരു പ്രശ്നം വന്നാലും കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്ന് വരുന്നത് ജനങ്ങളെ നിരാശരാക്കും. അതുണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. അതേസമയം T സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ MLA എന്നിവർക്കൊപ്പം UDF സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ഷംസാദ് മരക്കാരുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തിലെ UDF അധ്യക്ഷരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവിടെയുള്ളതായിരിക്കുന്ന മരിച്ച പോളിന്റെ വീട്ടില്, അജീഷിന്റെ വീട്ടില്, തോമസിന്റെ വീട്ടില്, ലക്ഷ്മണന്റെ വീട്ടില്, തങ്കച്ചന്റെ വീട്ടില് ഈ വനമന്ത്രി ഒന്ന് പോയോ? ആ പോകാത്ത വനമന്ത്രി ഇരുത്തി ഞങ്ങൾ ചർച്ച ചെയ്യണമെന്നാണോ നിങ്ങൾ പറഞ്ഞത്? ഇവിടെയുള്ള ജനതയുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ചായയും കാപ്പിയും കുടിച്ച് ഞങ്ങൾ പോകണോ? വയനാടൻ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ജില്ലയുടെ ചാർജുള്ള വനവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ഇവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ, ഇവരുടെ വിഷയാവതരണം കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് കേരള നിയമസഭയിൽ പറഞ്ഞ വനവകുപ്പ് മന്ത്രി. ആ വനവകുപ്പ് മന്ത്രിയുടെ കീഴിലിരുന്ന് ഇന്ന് ചർച്ച നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. സർവകക്ഷി യോഗത്തിന് ശേഷം വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരുടെ വീടുകളിൽ മന്ത്രിതല സംഘം സന്ദർശനം നടത്തി. പടമലയിലെ അജീഷിന്റെ വീട്ടിലെത്തിയ മന്ത്രിമാരോട് മകളുടെ ചോദ്യങ്ങൾ ഇങ്ങനെ: തിരിച്ചു പോകുന്നതിനിടെ വനമന്ത്രി AK ശശീന്ദ്രന് നേരെയും ജനരോക്ഷം. അതേസമയം മാനന്തവാടി രൂപതാ ബിഷപ്പുമായും യാക്കോബായ സഭാ നേതൃത്വവുമായും മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാവുന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, ക്ലാരിഫൈ ചെയ്യാനൊക്കെ ഉള്ളതാണ് ചെയ്യാനുള്ളത്. അതിനിടെ ജില്ലയിലെത്തിയ മന്ത്രിമാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഇന്ന് കേരള അതിർത്തിയിലെത്തിയ ആളെക്കൊല്ലിക്കാട്ടാന ബേലൂർ മഗ്ന നിലവിൽ കർണാടകയിലെ നാഗർഹോള വനമേഖലയിലാണുള്ളത്. സർവകക്ഷി യോഗം കഴിഞ്ഞു. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വീടുകളിൽ സന്ദർശനം നടത്തി മന്ത്രിമാർ മടങ്ങി. ഇനി യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ വയനാട്ടിൽ വീണ്ടും ജനരോക്ഷമുയരും. പടമലയിൽ നിന്ന് പ്രജിൽ സുരേഷിനൊപ്പം അരുൺ പാറക്കൽ, 24. സംസ്ഥാനത്തെ മന്ത്രിതല സംഘത്തിന് പുറമെ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിലും ഒരു സംഘം നാളെ വയനാട്ടിൽ എത്തിച്ചേരുന്നു. മന്ത്രിമാരുടെ സന്ദർശനം വയനാട്ടിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? ഈ ചോദ്യമാണ് 24 എന്ന പ്രേക്ഷകരോട് ചോദിച്ചത്. മന്ത്രിമാരിപ്പോൾ പോയതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, അവരിപ്പോൾ പോയതുകൊണ്ട് കാര്യമൊന്നും ഇല്ലല്ലോ. മീൻസ് പോയവർക്ക് എന്തായാലും പോയി, ഫാമിലിക്ക് എന്തായാലും അവർക്ക് എന്തായാലും പോയല്ലോ. പിന്നെ ഇനി അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ ഈ ഫാമിലിക്ക് മുന്നോട്ടേക്കുള്ള ജീവിതം എന്തെങ്കിലും
സെക്സ് ആവും തോന്നുന്നു, അല്ലാണ്ട് വേറെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മന്ത്രിമാർ പോയതുകൊണ്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ഫാമിലി, അവരെ കുട്ടികൾ, മുമ്പോട്ടുള്ള ജീവിത മാർഗം, കാരണം പെട്ടെന്നുള്ളൊരു അപകടമാണല്ലോ. അപ്പം അതിനു വേണ്ടി മന്ത്രിമാരെ കൊണ്ടും അതുപോലെ കഴിയുന്ന പ്രമുഖരൊക്കെ അവരെ സഹായിക്കണം. കാരണം കുട്ടികളുണ്ടെങ്കിൽ അവരെ വിദ്യാഭ്യാസം അത് നിർബന്ധമാണ്. ഇനി മുമ്പോട്ടുള്ള ഭാവി കാര്യങ്ങൾ കുട്ടികളത് നോക്കുക. അതിന് പരിഹാരം തൽക്കാലാവില്ല. കാരണം മൃഗങ്ങൾക്ക് ജീവിക്കേണ്ടേ, മനുഷ്യർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? പോരാ, അവറ്റയ്ക്ക് ജീവിക്കണം. അവറ്റയ്ക്ക് ഇത് എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? അപ്പോൾ അവറ്റയ്ക്ക് തിന്നാളത്തേക്ക് ഇറങ്ങും. മന്ത്രിസംഘം ചെന്നതുകൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാവില്ല. അതിന് നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ? അതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും പരിഹാരം വേണം. കാരണം നമ്മുടെ സമൂഹം പരിപാലിക്കേണ്ടവർ തന്നെയാണ് ഇതെല്ലാം കൈയേറ്റം ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിനൊരു ഉറപ്പ് വരുത്തണം. കാര്യം ഒരുപാട് ആൾക്കാർ അതുമൂലം കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഗവൺമെൻറ് വിചാരിക്കണം ഈ വന്യമൃഗങ്ങളെ കൊല്ലണം, ഇങ്ങനെ നമ്മളെ മനുഷ്യനെ തടസ്സപ്പെടുത്തുന്നതിനെ കൊന്നു കൊടുക്കുക, അതല്ലേ നല്ലത്. എനിക്ക് ഒരു മയക്ക് വെടി വെച്ചാൽ അത് ചാവും. പ്രശ്നം പരിഹരിക്കണ്ടേ, മന്ത്രിമാർ ചെയ്യണ്ടേ? അപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ ആളില്ല. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കണം.